കലാഭവൻ നവാസ് ഇനിയില്ല. പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണത്തിനെത്തിയ ശേഷം തിരികെ ഹോട്ടലിലേക്ക് മടങ്ങി. അദ്ദേഹത്തെ പിന്നീട് സുഹൃത്തുക്കൾ, ജീവനക്കാർ, അണിയറ പ്രവർത്തകർ കളമശ്ശേരിയിലേക്കാണോ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക? ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി നാളെ രാവിലെയാണോ പോസ്റ്റ്മോർട്ടം ഉണ്ടാവൂ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ടോ? ദിവേഷ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയാണ്. ആലുവയിലായിരുന്നു കലാഭവൻ നവാസ് താമസിച്ചിരുന്നത്. മറ്റു ചടങ്ങുകളും മറ്റും അവിടെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും തുടർ നടപടികൾക്കും ഒക്കെയായി മൃതദേഹം ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രിയിൽ നിന്നും റിയ ബേബിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കലാഭവൻ നവാസിൻ്റെ വിയോഗ വാർത്ത. അദ്ദേഹം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഷെഡ്യൂളിലെ ചിത്രീകരണം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങാനിരിക്കുകയാണ് ഹോട്ടൽ മുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് കുഴഞ്ഞു വീണ നിലയിലാണ് ആദ്യം ഹോട്ടൽ ജീവനക്കാർ കണ്ടത്. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഒരുപാട് പേർ, രമേശ് പിഷാരടി അടക്കമുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. എന്തായാലും നിലവിൽ അതാണ്. ഇനി മരണകാരണം എന്താണ് എന്നറിയാൻ, ഹൃദയാഘാതമായിരിക്കാം മരണകാരണം എന്ന് കരുതുന്നു. പക്ഷേ വ്യക്തത വരുത്തേണ്ടതുണ്ട്. റിയ തുടരുന്നു. റിയ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂടി അങ്ങോട്ടേക്ക് എത്തിയോ? കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. 51 വയസ്സായിരുന്നു കലാഭവൻ നവാസിന്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അവിടെ നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആലുവ MLA അൻവർ സാദത്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നാളെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നടി കൂടിയായിരുന്ന രഹനയാണ് കലാഭവൻ നവാസിന്റെ ഭാര്യ. ചോറ്റാനിക്കരയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ ചോറ്റാനിക്കരയിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്. മറ്റു ചടങ്ങുകൾ ഒക്കെ തീരുമാനിക്കുന്നതേ ഉള്ളൂ. നാളെ കളമശ്ശേരി പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ. ആലുവയിൽ തന്നെയല്ലേ വീട്?